ഹായ് ഗൈസ്, സൗദിയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസയുമായി ബന്ധപ്പെട്ട് സൗദിയിലുള്ളവരും അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വെക്കേഷൻ പോയവരും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് സൗദിയിലേക്ക് വരാനുള്ള ആളുകളൊക്കെ ഈ ഒരു 2 ദിവസത്തിലായിട്ട് നല്ല രീതിയിലുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഈ ഒരു മെസ്സേജ് ആയിരുന്നു അതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയാവുന്നത്. കാരണം ജവാസാത്തിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് ആണ്. ആ മെസ്സേജിൽ പറയുന്നത് മെയ് 17 മുതൽ ജൂൺ 6 വരെ സൗദിയിലേക്ക് വിസിറ്റ് വിസയിലുള്ള ആളുകളെ വരാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ബോർഡർ വഴി റിന്യൂ ചെയ്തിട്ട് സൗദിയിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ദമാം എയർപോർട്ടിലേക്കും ജിദ്ദ എയർപോർട്ടിലേക്കും റിയാദിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള എയർപോർട്ടിലേക്കും ഒക്കെ അതേസമയം തന്നെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിയാദിൽ നിന്ന് ജോർദാനിൽ പോയിട്ട് ഫ്ലൈറ്റ് വഴി പോയി തിരികെ ഫ്ലൈറ്റ് വന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും ഈ ഒരു വാർത്ത ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പല ആളുകളും പിന്നെ അവകാശപ്പെടാൻ തുടങ്ങി. സത്യത്തിൽ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ കാലിക്കറ്റ് നിന്നും കൊച്ചിയിൽ നിന്നും 2 ഫാമിലികൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങളെ വിസ സസ്പെൻഡഡ് ആണ്, വിസ ബാൻ ആണ്, പിന്നെ നിങ്ങളെ ഫിംഗർ ശരിയില്ല, വിസ ശരിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നാട്ടിൽ നിന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മോഫ സൈറ്റിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ അവരെ വിസ സസ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 17 മുന്നേ വരെ എല്ലാ ആളുകൾക്കും മൾട്ടിപ്പിൾ വിസിറ്റ് വിസയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും സൗദിയിലേക്ക് 1 ഇയറിന്റെ ഉള്ളിൽ വന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിസകളായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫെബ്രുവരി 17 ശേഷം ആ ഒരു സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 17 ശേഷം അടിച്ച വിസകളൊക്കെ നിങ്ങൾക്കറിയാം ഏപ്രിൽ 13 വരെ ഡേറ്റ് ഇട്ടിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 52 ദിവസമായിരുന്നു ഈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ വിസ സിംഗിൾ വിസയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു പിന്നെ എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ടൈം കഴിഞ്ഞാൽ, നോർമൽ കേസിൽ 3 മാസം കഴിഞ്ഞാൽ നമുക്ക് സൗദിയുടെ പുറത്ത് പോയി അല്ലെങ്കിൽ ഓൺലൈനിൽ പുതുക്കാൻ പറ്റുന്ന തരത്തിൽ ഒക്കെ ആയിരുന്നു മൾട്ടിപ്പിൾ വിസയുടെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സിംഗിൾ എൻട്രി വിസയിൽ ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ റിന്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ശക്തമായിട്ട് അവരോട് വിസ കാലാവധി തീരുന്ന മുന്നേ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ വിസക്കാരോട് ആ ഒരു തരത്തിലുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ വിസ എടുത്തിട്ട് 2 മാസം 3 മാസം കഴിഞ്ഞിട്ടൊക്കെ പോകാം എന്ന് കരുതി വെച്ച ആളുകൾക്കാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സൗദിയിൽ മുന്നേ ഉണ്ടായിരുന്ന ആളുകളാണ്, പക്ഷെ അവര് നാട്ടിൽ പോയി പുതിയ വിസയിൽ വീണ്ടും സൗദിയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണ്. അതായത് അവർ ആ ഒരു വിസയിൽ ആദ്യമായിട്ടാണ് സൗദിയിലേക്ക് കയറാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് അവർക്ക് പുതിയതായിട്ട് ബോർഡർ നമ്പർ കിട്ടുന്നില്ല എന്നാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. നാട്ടിൽ മൾട്ടിപ്പിൾ വിസയിലുള്ള ആളുകൾക്ക് സൗദിയിലേക്ക് മടങ്ങി വരുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അവർക്ക് എയർപോർട്ട് ത്രൂ ഒക്കെ വരാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ മുഖ്യം സൈറ്റിലൊന്ന് നമ്മളെ വിസ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. നാട്ടിലെ എയർപോർട്ടിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വിസ ബാനാണ്, അതുപോലെ തന്നെ നിങ്ങളെ ഫിംഗറിൽ പ്രശ്നമുണ്ട്, വിസ ക്യാൻസലായി എന്നൊക്കെ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് പറയുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ മോഫ സൈറ്റിൽ കയറിയാൽ നമുക്ക് വിസ സസ്പെൻഡഡ് കാണാം. ഈ ഒരു വിസ സസ്പെൻഡഡ് ആയത് ജൂൺ 6 ശേഷം നമുക്ക് സൗദിയിലേക്ക് എൻട്രി ചെയ്യാനും കഴിയും എന്നാണ് ജവാസാത്തിന്റെ ഈ ഒരു മെസ്സേജിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അറിവ്. അപ്പോൾ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തതിന്റെ ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ഒരു 2 ദിവസം ഉണ്ടായത് എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, അറിയാത്ത ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.